മരിച്ചു. അങ്ങനെ യാസീൻ ഓതി വൈലൈഹി തുർജഊൻ എത്തുന്ന സമയത്താണ് ഉപ്പ ഈ ലോകത്തോട് വിട പറയുന്നത്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഉപ്പയും കൂടെ ഓതിയിട്ടുണ്ട് എന്നാണ്. അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷം. ഈ വന്ന ആളുകൾ മുഴുവൻ, അതിനപ്പുറം ശൈഖുന ഉസ്താദ് ഇവിടെ എത്തിയതിൽ ഒരുപാട് സന്തോഷം. എന്തുണ്ടെങ്കിലും ശൈഖുന ഉസ്താദ് എന്നുള്ള ഒരു ചിന്ത മാത്രമാണ് ഉപ്പക്കുള്ളത്. ആ ഉസ്താദിൻ്റെ നീയലായി മർക്കസിനും പ്രസ്ഥാനത്തിനും പിന്തുണ കൊടുക്കാനും എപ്പോഴും പറയാതാണ്, നീ മർക്കസിൽ ഉണ്ടാവണം, ഞാൻ അവിടെ അല്ലെങ്കിലും നീ അവിടെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയും. ആ ഒരു പിന്തുണ ശൈഖുൽ ഉസ്താദിനും പ്രസ്ഥാനത്തിനും കൊടുക്കാനും എല്ലാ വിഷയത്തിലും നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. അതിനപ്പുറം ഈ നാട് ഇത്രയും കാലം, എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഈ നാട്ടിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല. എല്ലാവരുടെയും അവസാന വാക്ക് ഉപ്പാണ്. പെരുന്നാളിൻ്റെ ദിവസം ജനങ്ങൾക്കൊക്കെ പൈസ കൊടുക്കുന്ന ഒരു ഉപ്പ, അതല്ലെങ്കിൽ റബീഉൽ അവ്വലിന് മുന്നിൽ നിന്ന് ജാഥക്ക് നേതൃത്വം കൊടുക്കുന്ന ഉപ്പ, ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും സമാധാനം കൊടുക്കുന്ന, നാടിൻ്റെ നാനാഭാഗത്തു നിന്നും മസ്ലഹത്തിന് വേണ്ടി വീട്ടിൽ വരുമ്പോൾ അവർക്ക് ഇങ്ങനെ ചായ കൊടുത്തുകൊണ്ടിരുന്ന മക്കളായിരുന്നു ഞങ്ങൾ. അങ്ങനെ എവിടെ പ്രശ്നമുണ്ടെങ്കിലും ആ പ്രശ്നമുള്ള ഏരിയയിലൊക്കെ ഉസ്താദ് പ്രസിഡൻ്റാക്കൽ ഉപ്പനായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഉസ്താദും ഉപ്പയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആ ഒരു ഊക്കൊക്കെ മനസ്സിലായതാണ്. ഇൻഷാ അല്ലാഹ് നമ്മളാരും അനാഥരല്ല, കാരണം ഉസ്താദിനാണ് ഏൽപ്പിച്ചു പോയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങളോട് പറയാനുള്ളത്, ഈ നാട്ടിലൊരു സ്ഥാപനമുണ്ട്. ഇവിടെ ഈ നാട്ടിൽ കൂടുതൽ മുസ്ലിങ്ങളും ഒന്നുമില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇവിടെ വന്ന് മദ്രസ ഉണ്ടാക്കി, പള്ളി ഉണ്ടാക്കി, സ്ഥാപനം ഉണ്ടാക്കി, എല്ലാം ഉണ്ടാക്കി ഈ നാടിൻ്റെ ഒരു നെടും തൂണാണ് പോയത് എന്നത് ഞങ്ങൾക്ക് വിഷമമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ നാടിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയും നമ്മുടെ സ്ഥാപനം അൽ-ഇഹ്സാനിലേക്ക് ഉയർച്ചയ്ക്ക് വേണ്ടിയും എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം. ഇവിടെ ആരൊക്കെ വന്നിട്ടുണ്ടോ എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും പ്രസ്ഥാനത്തിൻ്റെ എല്ലാവിധ നന്ദി അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും.